എന്റെ ചാനൽ തുടക്കം മുതലേ കാണുന്നവർക്ക് അറിയുണ്ടാവും ഈ ഒരു ഫ്രെയിം. എന്നാൽ ഈ ഒരു ഫോട്ടോക്ക് അത് മാറ്റിയിട്ട് പുതിയൊരു ഫ്രെയിം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഇതാ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ആ ഒരു പിക്ചറിന്റെ അളവിൽ വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് ഇതാ അതിന്റെ സൈഡ്സും കൂടെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പൊ എല്ലാ കോർണേഴ്സും ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിലാട്ടോ കട്ട് ചെയ്യണത്. അപ്പൊ ഈ ഒരു കാർഡ്ബോർഡ് തീരെ കട്ടിയില്ലാത്തോണ്ടാട്ടോ ഞാനിങ്ങനെ രണ്ടെണ്ണം ഒരേപോലെ ഉണ്ടാക്കിയെടുത്ത് ഇനി അത് രണ്ടും തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾ കട്ടിയുള്ളതാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മതി. ഇനി അതിനൊക്കെ ഒന്ന് പേപ്പർ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക അതേപോലെ. ഇനി ഇതേപോലത്തെ 3 പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഒന്ന് ഈ ഒരു സൈഡിലും ഒന്ന് അപ്പുറത്തെ സൈഡിലും ഒന്ന് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി വേറൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതേപോലെ വൈറ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ട് അപ്പൊ അതൊന്ന് അതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് പെയിന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ കളറായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഫ്രെയിമിനെ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലേ കൊണ്ട്. അപ്പൊ ഇനി ഈ ഐറ്റംസുകളൊക്കെ നമുക്ക് ഫ്രെയിമും ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഒരു സൺഫ്ലവറും ഒരു മഷ്റൂമും പിന്നെ ലോലിപോപ്പ്, റെയിൻബോ, ഫ്ലവർ, പിന്നെ ഒരു വാട്ടർമെലൺ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്. അപ്പൊ ഇത്രയും ഐറ്റംസുകളാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ സംഭവം ഇങ്ങനെ ക്യൂട്ട് ആയിട്ടില്ലേ? ഇനി ആ ഫോട്ടോയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.